നമ്മുടെ തറവാടിന് അന്തസ്സും അഭിമാനവും ആഭിജാത്യവും ഉണ്ട്. അതൊക്കെ നശിപ്പിക്കാതിരിക്കാനാ ഞാൻ ഈ പറയുന്നേ. വെറുതെ നാട്ടുകാരെ കൊണ്ട് അതും ഇതൊന്നും പറയിപ്പിക്കരുത്. ഞങ്ങൾക്കൊന്നും അറിയില്ല പ്രതാപേട്ട. കാര്യം എന്താണെന്ന് ചേട്ടനോട് തുറന്നു പറയേച്ചി. എന്താ ചേച്ചി? ദേ, നിന്റെ മകള് പിന്നെയും കണ്ടവരോടൊപ്പം രാത്രി സഞ്ചാരമൊക്കെ തുടങ്ങി. കണ്ടവരോടൊപ്പം? ആ, നിന്റെ പി എ രാജുവായിട്ടാണെന്നാ ഞാൻ അറിഞ്ഞത്. രാത്രി കാലത്ത് ഒരു ചെറുപ്പക്കാരനോടൊപ്പം ഇങ്ങനെ തേരാ പാരാ നടന്ന നാട്ടുകാരെന്താ പറയാ? നേരാണോ? ഞാൻ കേട്ടെ. ഞാനൊരു സംഭവം അന്വേഷിക്കാൻ വേണ്ടി പോയത് സത്യം തന്നെയാ. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിനെതിരായിട്ടാ ഉണ്ടായത്. ഞാൻ അന്വേഷിച്ചതിന് കൃത്യമായ തെളിവ് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് കിട്ടിയിരുന്നെങ്കിൽ ചിലരുടെയൊക്കെ മുഖം മൂടി വലിച്ചു കീറായിരുന്നു. നീ ആരാടി അന്വേഷിക്കാനും കണ്ടുപിടിക്കാനും? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പഠിക്കാൻ അനുവാദം തന്നിട്ടുണ്ട്. അത് മാത്രം നീ ചെയ്താൽ മതി. ശരി സർ. മനസ്സിലായി സർ. അല്ല, സാറെന്താ ഓർക്കാപ്പുറത്ത് ഈ വഴിക്ക്? ഇന്നലെ സെക്രട്ടേറിയറ്റ് വരെ ഒന്ന് വരണമായിരുന്നു. വന്ന കാര്യങ്ങളൊക്കെ ഞാൻ പരിഹരിച്ചു. പിന്നെ ഇവിടെ ഗസ്റ്റ് ഹൗസിൽ വന്ന് രാത്രി താമസിച്ചു. രാവിലെ മടങ്ങുന്ന വഴിയാണ് വർമ്മയെ കാണണമെന്ന് ഞാൻ വിചാരിച്ചത്. എന്നാൽ കണ്ടിട്ട് പോകാമെന്ന് കരുതി. വർമ്മയുടെ എല്ലാ വിവരങ്ങളും ഞാൻ അറിയുന്നുണ്ട്. അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. സംസ്ഥാനം ഭരിക്കുന്ന ആളല്ലേ, കാര്യങ്ങൾ അറിയാതിരിക്കൂ. എനിക്ക് ആത്മാർത്ഥമായ സന്തോഷമുണ്ട് തന്റെ ഈ വളർച്ച കാണുമ്പോൾ. സാറിന്റെ ഫാമിലിയൊക്കെ? വൈഫ് ബാംഗ്ലൂരിലാണ്. ഓ, ഞങ്ങൾ അവിടെ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. മകൾ US-ലാണ്. തന്റെ മകൾ എവിടെ? ഋതിക മോള് അകത്തുണ്ട്. രാവിലെ തന്നെ കോളേജിൽ പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഞാൻ വിളിക്കാം. ആ ശരി. കുട്ടിയെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാ. പിന്നെ അമ്പയ്ക്കും ശേഖരനും ഒരു മാറ്റവും ഇല്ലല്ലോ, അതുപോലെ തന്നെ ഇരിക്കുന്നു. സാറങ്ങ് വല്ലാണ്ട് മാറിപ്പോയി. അതാ എനിക്കൊരു ഡൗട്ട് തോന്നി. വാ. ആ, ഋതിക മോളല്ലേ ഇത്? അതെ. പണ്ട് കണ്ടതല്ലേ, കുട്ടി അങ്ങ് വളർന്ന് വലുതായിപ്പോയി. ഇത് സാക്ഷാൽ സൂര്യമംഗലം കൊട്ടാരത്തിലെ കുട്ടി തന്നെയാണ്. ആ, മോളുടെ പഠനം ഏതുവരെയായി? BSc കഴിഞ്ഞു. ഇനി MSc പോകാൻ പോകുന്നു. ഞാൻ കോളേജിൽ പോകാൻ റെഡിയാവുമായിരുന്നു. എനിക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങാനുണ്ടായിരുന്നു. ആ, എന്നാ മോള് വെക്കും. സരസ്വതി തമ്പുരാട്ടി തന്നെ, ഒരു സംശയവും വേണ്ട. അങ്ങനൊരു സാമ്യം ഞാനിപ്പോഴാ ശ്രദ്ധിക്കുന്നത്.
എന്താടോ പറഞ്ഞേ? എന്താ ഒരു ടെൻഷൻ പോലെ? ഏയ് ഇല്ല. ശരി. എന്താ ഉടനെ തന്നെ മടങ്ങുവാണോ? പിന്നെ തിരികെ പോണ്ടേടോ. താനൊന്ന് വന്നേ. എന്തായാലും വളരെ സന്തോഷമായി പറഞ്ഞേ. ഒത്തിരി നാളായല്ലോ നമ്മൾ കണ്ടിട്ട്. എനിക്ക് സന്തോഷമായി പ്രഭാകരൻ സാറേ. താൻ എന്തായാലും ഭാഗ്യവാനാണോ പറഞ്ഞേ. മാരേജ് ലൈഫ് സക്സസ് ആയില്ലെങ്കിലും തങ്കം പോലത്തെ ഒരു മോളില്ലേ, ഒരു വിളക്ക ആ കുട്ടി. അവള് കയറി ചെല്ലുന്ന വീട് പ്രകാശത്തിന്റെ ഒരു വിളക്കായിരിക്കും, അതുറപ്പാ. അല്ല, അങ്ങനെ ആകാതിരിക്കാൻ വഴിയില്ലല്ലോ. മത്തം കുത്തിയാൽ കുമ്പളമല്ലല്ലോ മുളയ്ക്കുന്നത്. പൈതൃക എവിടെയാ കിടക്കുന്നേ? സൂര്യമംഗലം കൊട്ടാരത്തിൽ. നന്മ മാത്രം ചെയ്തിരിക്കുന്ന പാരമ്പര്യം. മഹാദേവവർമ്മയുടെയും സരസ്വതി തമ്പുരാട്ടിയുടെയും കൊച്ചുമകളല്ലേ ഋതിക. ആ കുട്ടിയെ സുരക്ഷിതമായ ഒരു കൈകളിൽ ഏൽപ്പിക്കേണ്ടത് പ്രതാപവർമ്മയുടെ ചുമതലയാ, തന്റെ കടമയാ. അല്ല, താനത് ചെയ്യുമെന്ന് എനിക്കറിയാം. ആ കുട്ടിയുടെ കണ്ണീര് വീഴാൻ താൻ ഇടവരുത്തില്ലെന്ന് എനിക്കറിയാം. ഋതികയുടെ കല്യാണം എന്നെ അറിയിക്കണം. എന്ത് തിരക്കുണ്ടെങ്കിലും തീർച്ചയായും ഞാൻ വരും. കല്യാണം ഉറപ്പിച്ചിട്ട് ഞാൻ സാറിനെ അറിയിക്കാം. ആ, ശരി.